ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി വീട്ടുകാർ വിശ്വസിക്കുമെന്നും പറഞ്ഞ് കയറി വരിക. അപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അച്ഛ ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു എന്നും പറഞ്ഞാൽ കയറി വരുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി ഓടി വന്നു. അതിനി നീയായിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ, എന്താ ഇവർ പറയുന്നതെന്ന്. അമ്മ മോനെ തുറച്ചു നോക്കി ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഇതൊന്നും ഇവിടെ ആരും അറിഞ്ഞില്ലെന്നാണോ നീ കരുതിയതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ശ്രുതി ഭയങ്കര ആള് കളിക്കുക കിട്ടിയ അവസരത്തിൽ. ഞാൻ പാർക്കിൽ കിടന്ന് ഉറങ്ങിയതിൻ്റെയും മറ്റു വീഡിയോ പിടിച്ച് നീ ഇവിടുത്തെ TV-യിൽ പ്ലേ ചെയ്ത് എല്ലാവരെയും കാണിച്ചില്ലേ, അതുപോലെ നീ ബാറിൽ ചെന്നിരുന്ന് മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ വീഡിയോ ഞാനും ഇവിടുത്തെ TV-യിൽ പ്ലേ ചെയ്ത് ഇവിടെയുള്ള എല്ലാവരെയും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സച്ചി അന്നേരം അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അത് വിശ്വസിച്ചു എന്നുള്ളത് സച്ചിക്ക് മനസ്സിലായി. ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് സ്വന്തം മകനെ നോക്കിക്കൊണ്ട്. പിന്നെ നിന്റെ സിനിമ ഇവിടെ TV-യിൽ എല്ലാവരും കണ്ടടാ, അതിപ്പോൾ ഹിറ്റായി ഓടുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ പറയുമ്പോഴും സച്ചി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കും, ഒന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് സച്ചി അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛേ കേൾക്കുന്നതെന്ന്. എന്തായാലും കൂടിയന്മാരൊക്കെ ചേർന്ന് ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ നിനക്കങ്ങ് ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ ശ്രുതി പറഞ്ഞു. അതെ, ആ ഫാൻസ് അസോസിയേഷന് ഞാൻ നല്ലൊരു പേരും പറഞ്ഞുതരാം, മുഴുക്കുടിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി നിന്ന് ഇങ്ങനെ പറയുക. ചന്ദ്രമതി ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു, കരഞ്ഞ് തളർന്ന്. അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി. നിങ്ങൾ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കരുത്, അല്ലെങ്കിൽ തന്നെ എൻ്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് സച്ചി പറഞ്ഞു. മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലതെന്ന് സച്ചി ഇവരോട് പറയുവാണേ. ഇവർക്ക് സച്ചി പറയുന്നതെല്ലാം ഒരു പുച്ഛത്തിലെടുക്കാനാണ് തോന്നുന്നത്. ആ സമയത്ത് നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പതുക്കെ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. അച്ഛൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അച്ഛനിത് എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചിട്ട് സച്ചി പിന്നാലെ ചെന്നു, ബാക്കിയുള്ളത് നിങ്ങളും പിന്നാലെ ചെന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ പെട്ടെന്ന് പ്രശസ്തനായില്ലേടാ പോകുന്നു. അച്ഛാ എന്താ അച്ഛേ പറയുന്നതെന്ന് സച്ചി അച്ഛനോട് ചോദിക്കുക. രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ മോൻ സച്ചി മുൻദേശക്കാരനാണ്, അവൻ ന്യായമല്ലാത്തതൊന്നും അവൻ ചെയ്യില്ല, എനിക്ക് പേരുദോഷം ഉണ്ടാക്കുന്നതൊന്നും അവൻ ചെയ്യില്ല എന്നും എൻ്റെ മര്യാദ കളയുന്ന രീതിയിലൊന്നും അവൻ ചെയ്തിട്ടില്ല എന്നെല്ലാം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ഇപ്പം നീ എൻ്റെ മുഖത്ത് കരുവാരി തേച്ചില്ലേടാന്ന് ചോദിക്കുമ്പോൾ, ഇല്ലച്ചാ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എന്നെ നീ അങ്ങനെ ഒന്നും വിളിക്കണ്ടെന്ന് അച്ഛൻ പറയാം. ഒന്നും പറയണ്ട, എനിക്കിനിയൊന്നും കേൾക്കുകയും വേണ്ട എന്ന് രവിയേട്ടൻ സച്ചിയോട് പറയുന്നു. രേവതി നിന്ന് ഭയങ്കര കരച്ചിൽ. ചന്ദ്രമതി ഇത് അഭിമാനമായിട്ട് ഇങ്ങനെ ഏറ്റിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് രവിയേട്ടൻ, എടാ കുടിക്കരുതെന്ന് നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ വാക്കിന് ഒരു വില പോലും നീ തന്നോ? ഒരു വിലയും നീ തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയും കേട്ടോ. ആ സമയത്തും സച്ചിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു പകല് ജോലി ചെയ്യുന്ന സമയത്ത് പോലും നീ കുടിക്കാൻ തുടങ്ങിയെന്ന്. അയ്യോ ഇല്ലച്ചാ, ഞാൻ കുടിച്ചിട്ടില്ലച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇവരോട് പറയുന്നുണ്ട്. പക്ഷേ ഇവർ കേൾക്കാൻ എവിടെ കൂട്ടാക്കുന്നു. അങ്ങനെ സച്ചിയെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിനക്ക് കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലേ എന്നൊക്കെ രവിയേട്ടനും ചോദിച്ചു. നീ എന്താടാ മദ്യത്തിന് ഇതുപോലെ അടിമയായി പോയോടാന്നൊക്കെ ചോദിക്കുന്നു. രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും. ഈ നാട്ടിൽ ഞാനിനി എങ്ങനെ ഇറങ്ങി നടക്കൂടാ എന്ന് രവിയേട്ടൻ ചോദിക്കുക. എൻ്റെ സച്ചി നല്ലവനാണ് എന്ന് പാടി നടന്ന് എന്നെ നോക്കി അവർ പരിഹസിച്ച് ചിരിക്കത്തില്ലേടാ എന്ന് ചോദിച്ചു. സച്ചിക്ക് പറയാനൊരു ഗ്യാപ്പ് പോലും ആരും കൊടുക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാന്ന് പറയുമ്പോൾ, എന്തിനാടാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇവിടെ ആരും നീ എത്ര കള്ളം പറഞ്ഞാലും വിശ്വസിക്കില്ല. ഈ വീട്ടിലുള്ള എല്ലാവരും ആ വീഡിയോ കണ്ടതല്ലേ, അതിലെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം, എടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. പിന്നെ എന്തിനാ ഇങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് സുതിയെ തല്ലാൻ സച്ചി കൈ വാങ്ങുമ്പോഴത്തേക്കും രവിയേട്ടൻ വന്ന് കൈക്ക് കയറി പിടിച്ചു. മൂക്കറ്റം കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇപ്പം വീട്ടിൽ വന്ന് ഗുണ്ടാസം കാണിക്കുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ സച്ചിയെ തല്ലാൻ കൈ വാങ്ങുമ്പോഴേക്കും അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് വിളിച്ചു. അടിക്കാൻ ഓങ്ങിയ കൈ രവിയേട്ടൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വയലൻ്റ് ആയി രവിയേട്ടൻ. ഇന്ന് വരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലൊക്കെ ഇങ്ങനെ രവിയേട്ടൻ സച്ചിയുടെ മുന്നിൽ നിൽക്കുക. സച്ചി അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ, അച്ഛൻ ഈ കാണിക്കുന്നത് ചെയ്യുന്നതൊക്കെ കണ്ട്. അപ്പം ഓങ്ങിയ കൈ എന്തിനാ നിങ്ങൾ താഴ്ത്തിയതെന്ന് ചന്ദ്രമതി അന്നേരം രവിയേട്ടനോട് ചോദിക്കുന്നു. മുന്നേ ഇവന് കൊടുക്കേണ്ട രീതിയിൽ നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ആയി പോകില്ലായിരുന്നു എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയുക. ആ ഒരു സമയത്ത് രേവതിയാണല്ലോ അപമാനിക്കപ്പെടുന്നത്. അപ്പം എന്തിനാ ഓങ്ങിയ കൈ താഴ്ത്തിയത്? അടിച്ചോളൂ അച്ഛാ, എത്ര വേണമെങ്കിലും അച്ഛൻ എന്നെ അടിച്ചോളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അത് പാതി വഴിയിൽ നിർത്തരുതെന്ന് അച്ഛൻ എന്നോട് പറയാറുള്ളതല്ലേ, അടിക്കാൻ ഓങ്ങിയതല്ലേ, അടിക്കച്ചാന്ന് സച്ചി അന്നേരം പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ അടിക്കാൻ തോന്നിയല്ലോ, അടിക്കാൻ പറഞ്ഞു, അടിക്കച്ചാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ കൈയെടുത്ത് സച്ചിയുടെ മുഖത്തായിട്ട് അടുപ്പിക്കുക. രേവതി ഇതെല്ലാം കണ്ടിങ്ങനെ സൈഡിലേക്ക് മാറി ഇങ്ങനെ ചെവിയും പൊത്തി കണ്ണും അടച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അടിക്കച്ചാന്ന് പറഞ്ഞ് സച്ചി അച്ഛൻ്റെ കൈയെടുത്ത് മുഖത്തിനിട്ട് ഇങ്ങനെ കുറേ അടുപ്പിക്കുവാണേ. അന്നേരത്തേക്കും അച്ഛൻ കൈ അങ്ങ് വിടിയിച്ചു. സമയത്ത് സച്ചി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാന്ന്
പറയുക, കാല് പിടിച്ച് പറയുന്നുണ്ട്. ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് സച്ചി കാലേ കയ്യെ പിടിച്ച് പറഞ്ഞു. സത്യം ഞാൻ ഈ പറയുന്നത്, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് സത്യം പറയുമ്പോൾ അയ്യോ കുടിക്കാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ബാറിൽ പോയത്, തൊഴാൻ പോയതാണോ എന്ന് സുധി ചോദിച്ചു. ആ സമയത്ത് അമ്മ എത്ര നന്നായിട്ടാണ് അമ്മ ഇവൻ അഭിനയിക്കുന്നത്, നമ്മ ഇന്ന് നോക്കിക്കേ, ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നിനക്ക് തന്നെയാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഞാൻ അഭിനയിക്കുന്നതൊന്നും അല്ല അച്ഛാ, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കാല് പിടിച്ചു പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. രേവതിയും വിശ്വസിക്കുന്നില്ല, അച്ഛനും വിശ്വസിക്കുന്നില്ല. മറ്റേ പിശാചുക്കൾ പിന്നെ വിശ്വസിക്കില്ല, അത് വേറൊരു സത്യം. എന്നെ കണ്ട കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? കുടിച്ച് ഞാൻ ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഒന്ന് നോക്കച്ച, ഞാൻ നടക്കുന്ന അച്ഛൻ നോക്ക, ഞാൻ സ്റ്റഡി ആയിട്ട് തന്നെയല്ലേ നടക്കുന്നത്, ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ. അച്ഛന് വിശ്വാസമായില്ലേ? രേവതി നോക്ക്, ഞാൻ നടക്കുന്നത് നീ നോക്കാൻ പറഞ്ഞു. കുടിച്ചത് കൊണ്ട് അച്ഛൻ ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നും സുധി ചോദിക്കും. ഞാൻ കുടിച്ചിട്ടില്ലടാ, എന്നെ വിശ്വസിക്കാൻ പറഞ്ഞു. സുധിയോട് ഒച്ച വയ്ക്കുക സച്ചി. ഇതൊക്കെ കാണുമ്പോൾ സച്ചി കുടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവരെടുക്കുന്നത്. അപ്പം സച്ചേട്ടൻ പകല് കുടിക്കില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ കേട്ടോ നോക്ക്, ദേ നീ എന്നെ മണത്ത് നോക്ക്. അപ്പം അച്ഛ മണക്കുന്നില്ല അച്ഛ എന്ന് ശ്രീകാന്ത് പറയുന്നു. അച്ഛ കേക്കച്ഛ, കേട്ടില്ലേ, മണക്കുന്നില്ല അച്ഛ. അപ്പോൾ അച്ഛ ചില മദ്യം കഴിച്ചാലേ ഇതുപോലെ മണക്കണമെന്നില്ല. ഇനി അഥവാ മണക്കുന്ന മദ്യമാണ് കഴിച്ചതെങ്കിലേ ചില ചൂയിങ്ങയൊക്കെ വായിലിട്ട് ചവച്ച ഒട്ടും മണക്കത്തില്ലെന്നും പറഞ്ഞ് ശ്രുതി വഴികൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചു. ആ സമയത്ത് ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ എന്തായാലും ഈ വീഡിയോ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മുടെയൊക്കെ മുന്നിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വന്നതാണോ വെച്ചാൽ അതായിരിക്കും ഒരു പക്ഷേ ഇവനെ ഒട്ടും മണക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് സുധി കിട്ടിയ അവസരം മുതലെടുത്ത് ഇങ്ങനെ സച്ചിയെ ഇങ്ങനെ കുറ്റക്കാരനാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. രേവതി അപ്പത്തേനും തകർന്നുപോയി. അതുമാത്രമല്ല, ഇവൻ ബാറ് കയറി കുടിച്ചിട്ട് ഇപ്പം എത്രയായി സമയം? വീഡിയോ ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങിയതല്ലേ, ഇപ്പം ഇത്രയും വൈകിട്ടല്ലേ ഇവൻ വീട്ടിലേക്ക് കയറി വന്നത്? മദ്യപിച്ചതിൻ്റെ മണമൊക്കെ മാറിക്കാണുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ ശരിയാ ശ്രുതി പറഞ്ഞതെന്ന് ചന്ദ്രമതിയുടെ ഭാഗ്യം ഒരു താങ്ങും കൂടി. അപ്പോൾ ദേ പോലീസ് പിടികൂടുകയും വണ്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്തതേ ഇവൻ കുടിച്ചത് കൊണ്ടാണല്ലോ അല്ലേ, തെളിവായിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വീഡിയോയും ഉണ്ടല്ലോ എന്നും ശ്രുതി അവിടെ നിന്ന് പറയണം. പിന്നെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോടാന്ന് ചന്ദ്രമതി ചോദിക്കുവാണേ. അവനെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ, അതിന് അവന് പറ്റിയ ഒരു ഭാര്യയെയും അവന് കിട്ടി, അതും ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് രേവതിയെയും പറയുന്നു. അന്നേരത്തേക്ക് നമ്മുടെ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതി നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക രേവതി, ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. കുടിച്ചിട്ടില്ല രേവതി, ഞാൻ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല രേവതി എന്നും പറഞ്ഞ് രേവതിയുടെ അടുത്ത് ചെന്നു. ഇവിടെ ഞാൻ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, നിനക്ക് എന്നെ അറിയില്ല രേവതി, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും രേവതിയെ കൈ പിടിച്ച് ഒറ്റയുടെ തള്ളായിരുന്നു സച്ചിയെ. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ലല്ലേ എന്ന് സച്ചി ചോദിച്ചു. അച്ഛാ സച്ചി എപ്പോഴെങ്കിലും അച്ഛനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് വിശ്വസിക്കാനേ ഞങ്ങൾ വിഡ്ഢികളൊന്നും അല്ലെന്നും നീ ബാറിൽ നിന്ന് കുടിക്കുന്നതും കുടിച്ച് വണ്ടി ഓടിക്കുന്നതും ഒക്കെ ആ വീഡിയോയിലുണ്ടല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ അയ്യോ ഈ കുടുംബത്തിൻ്റെ മാനം പോയേന്നും പറഞ്ഞ ശ്രുതി ആളാകുമ്പോൾ നിർത്തണമെന്നും പറഞ്ഞ് സച്ചി വീണ്ടും അവനോട് ഒച്ച വയ്ക്കുക. നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ് ശ്രുതി ചെയ്ത് കൂട്ടിയ. അപ്പോൾ അതൊക്കെ അന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ആദ്യം നീ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ ശ്രുതി പറയുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടിരുന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ മതി നിർത്താൻ പറഞ്ഞു സച്ചിയോട് അച്ഛൻ. നീ ഇനി ഇവിടെ കിടന്ന് സംസാരിക്കരുതെന്നും രവിയേട്ടൻ സച്ചിയോട് പറയുവാട്ടോ. അച്ഛൻ ഞാൻ ചെയ്തിട്ടില്ല അച്ഛാന്ന് സച്ചി പറയുമ്പോൾ രവിയേട്ടൻ ദേ ഇവിടെ ഇനി ആരും ഒന്നും പറയണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവസാന തീരുമാനവും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ദേ നീ ഒന്നും ചെയ്യണ്ട, നീ ഇനി ജോലിയും ചെയ്യേണ്ട, സമ്പാദ്യവും വേണ്ട, ഒന്നും വേണ്ടാന്ന് രവിയേട്ടൻ പറയുക. നല്ല മനുഷ്യനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. എൻ്റെ മകനും അങ്ങനെ ആകണമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ മക്കളെ പറ്റി നല്ലതും ലോകത്തുള്ളവർ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറ്റം അച്ഛനമ്മമാർക്കാണെന്നും അവരാണ് പഴി കേൾക്കേണ്ടി വരുന്നതെന്നും പറയുവാണ്. രവീന്ദ്രൻ്റെ മകനാണ് സച്ചി എന്നൊരാൾ പറയുമ്പം എനിക്കതിൽ അഭിമാനം തോന്നാറുണ്ടെന്നും പക്ഷേ ഇപ്പം അതിൽ അപമാനമായി മാറിയെന്നും രവിയേട്ടൻ പറയും. നീ എന്നെ അപമാനിച്ച് കളഞ്ഞല്ലോടാന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചിരുന്നവൻ, എൻ്റെ എല്ലാം ആയിരുന്നവൻ എന്നെ ചതിച്ചു. എൻ്റെ സന്തോഷം ഇനി ഈ വീട്ടിൽ ആരും നോക്കേണ്ട കാര്യമില്ല, ആരും എന്നെ നോക്കണ്ട, എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞ രവിയേട്ടൻ അവിടെ നിന്ന് കയറിപ്പോയി. ഈ സമയത്ത് അച്ഛൻ പോലും നിന്നെ വിശ്വസിച്ചിട്ടില്ല, പിന്നെയല്ലേ ഞങ്ങളൊക്കെ ഇനി നിന്നെ വിശ്വസിക്കാൻ പോകുന്നതെന്ന് സച്ചി എല്ലാവരോടും ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
ഈ ശ്രുതി പറയും അങ്ങനെ സച്ചി എല്ലാവരും ഒറ്റപ്പെടുത്തി. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വലിയ ന്യായം പറയാറുണ്ടല്ലോ നീ. ഇത്രയും ന്യായം പറയുന്ന ഒരാളെ ഇത്രയൊക്കെ ചെയ്യുമോ? ഒരേട്ടൻ എന്നുള്ളൊരു ബഹുമാനം നീ ഒരിക്കലും ശ്രുതിക്ക് കൊടുത്തിട്ടില്ല എന്നും ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന കാറ് കമ്മീഷൻ കിട്ടാൻ വേണ്ടി നീ മറ്റൊരാൾക്ക് കൊടുക്കാൻ വരെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കമ്മീഷൻ കിട്ടിയ കാശിനായിരിക്കും നീ പോയി കുടിച്ചിട്ടുണ്ടാവുക അല്ലേ എന്ന് ശ്രുതി ചോദിക്കുക. സച്ചി ഒന്നും മിണ്ടുന്നില്ല. മിണ്ടിയിട്ട് കാര്യമില്ലെന്ന് ഇപ്പോൾ സച്ചിക്ക് മനസ്സിലായി. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ കിട്ടി. നാട് മുഴുവനും നിന്നെ നാട്ടി തുപ്പുകയാ. സത്യം പറയാവല്ലോ, സന്തോഷമായി. എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് ശ്രുതി പറഞ്ഞു. ഇനിയേ ഞങ്ങളുടെ ഒരു കാര്യത്തിൽ നീ ഇടപെട്ട് ന്യായം പറയാൻ വന്നേക്കരുതെന്നും ശ്രുതി പറയണേ. അണുഭവം അകത്ത് വെച്ചിട്ടാണ് ശ്രുതി ഇവിടെ കിടന്ന് ഇത്രയും ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. ആ സമയത്ത് വാ ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് അങ്ങ് കയറിപ്പോയി ശ്രുതി. മാറി നിൽക്കടാ കുടിയാ എന്ന് പറഞ്ഞാൽ ശ്രുതി അകത്തേക്ക് കയറിപ്പോന്നെ. ഈ സമയത്ത് ശ്രീകാന്തെ എടാ നിനക്ക് എന്നെ അറിയില്ല എടാന്ന് ചോദിച്ച് സച്ചി ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ കുടിച്ചിട്ടില്ലടാ എന്നെ വിശ്വസിക്കാൻ പറയുമ്പോൾ ഏട്ടാ കുടിക്കുന്നത് അവനവൻ്റെ പേഴ്സണൽ കാര്യമാണ്, പക്ഷെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രശ്നമാവില്ലേ എന്ന് ശ്രീകാന്തൻ ചോദിച്ചു. ഇപ്പം തന്നെ ഞങ്ങൾ എല്ലാവരോടും മറുപടി പറയണ്ടേ എന്ന് ചോദിച്ചു. കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേട്ടാന്ന് പറഞ്ഞ് ശ്രീകാന്തും അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഉള്ളത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതിയോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സച്ചിക്ക് അറിയാം. ഈ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. രേവതിയുടെ അടുത്തേക്ക് സച്ചി ചെല്ലുക. രേവതി ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. അന്നേരത്തേക്കും എടാ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, നീ താലി കെട്ടിയവൾ അങ്ങനെ ഒരുത്തിയാടാ. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഇവിടെയുള്ളവർക്ക് സമാധാനം കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു. രേവതി അവിടെ നിന്നിങ്ങനെ തല കുനിച്ച് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇത്തിരി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോയി തരാവോ എന്ന് ചന്ദ്രമതി കിട്ടിയ അവസരത്തിൽ ഇവരെ തുരത്താനായിട്ട് നോക്കുക കേട്ടോ. സച്ചി അന്നേരവും രേവതിയെ നോക്കി നിൽക്കുന്നു. രേവതി കരഞ്ഞുകൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു. സച്ചിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ തടഞ്ഞു നിർത്തുമെന്നൊന്നും കരുതണ്ട. ഇനി അദ്ദേഹം നിന്റെ കൂടെ നിൽക്കില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ട് നിന്നോട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പെടാതെ പെട്ടെന്ന് രണ്ടും ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കാൻ പറഞ്ഞു. അതാ നല്ലതെന്നും പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് പോകുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പുറകോട്ടോടി. കണ്ടോ അവള് പോകുന്നത് കണ്ടോടാന്ന് പറഞ്ഞു ചെന്ന് ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞു സച്ചിയെ പുച്ഛിച്ചിട്ട് അമ്മയകത്തേക്ക് കയറിപ്പോയി. പുറകിൽ പോയിരുന്ന് ചങ്ക് പൊട്ടി കരയുന്ന രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുക. രേവതി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും രേവതി, ഞാൻ കുടിച്ചിട്ടില്ലെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിക്കുന്നില്ല, നീയും കൂടി എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എനിക്കത് താങ്ങാൻ പറ്റത്തില്ല എന്ന് സച്ചി രേവതിയോട് പറയുമ്പോഴും രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. എല്ലാവരും എന്നെ കല്ലെറിയിക്കുക, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറയുമ്പോഴും രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നീ ഒന്ന് വിശ്വസിക്കുക രേവതി, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പം സച്ചിന് കുടിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാറുണ്ട്, അത് സത്യമായ കാര്യം തന്നെയാണ്, പക്ഷേ ഞാനൊരു കുടിയനല്ല രേവതി എന്ന് പറയുമ്പം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു. രേവതി നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമായിട്ടും ഞാനൊന്നും കുടിച്ചിട്ടില്ല രേവതി എന്ന് പറഞ്ഞപ്പോഴും സച്ചിയെ പിടിച്ചൊരു ഒറ്റ തള്ളു. മാറിനകത്ത് പിന്നെ നിങ്ങൾ എന്തിനാ പോയത്? അവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ നിങ്ങൾക്ക്? അത് പിന്നെ ഒരു ട്രിപ്പ് വന്നിട്ട് പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ രേവതി. ബാറിനകത്തേക്കാണോ നിങ്ങൾ ട്രിപ്പ് പോയത്? ആണോ? ബാറിനകത്ത് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെന്താ ഉറങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് രേവതി എന്ന് പറയുമ്പോൾ അല്ല, പുറത്ത് കാറ് പാർക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് കിടന്നുറങ്ങി. നിങ്ങളറിയാതെ ആരോ നിങ്ങളെ എടുത്ത് ബാറിനകത്ത് കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്? നിങ്ങൾ പറഞ്ഞ കള്ളം ആരും വിശ്വസിച്ചില്ലല്ലോ. പുതിയ കള്ളം എന്നോട് പറയുന്നതിന് മുൻപ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല രേവതി, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സച്ചു രേവതിയോട്. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞ സച്ചേട്ടനല്ല ഇത്, നിങ്ങൾ കള്ളം മാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. സച്ചേട്ടൻ എല്ലാ സ്വഭാവങ്ങളും മാറ്റി, പക്ഷെ കുടി, ഈ നശിച്ച കുടി അത് മാത്രം നിങ്ങൾ നിർത്തിയില്ല അല്ലേ എന്ന് ചോദിച്ച് രേവതി നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സച്ചേട്ടാ ഇതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കര കരച്ചില്ല. ആ ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ മാറിയില്ല, നിങ്ങൾ മാറുകയില്ല എന്നും പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ ഭാര്യയാണെന്ന് ഇപ്പം പറയാൻ തന്നെ എനിക്ക് അപമാനമാണെന്ന്, നിങ്ങളുടെ പ്രവർത്തികൾ ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുമ്പോൾ സച്ചി ഞെട്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ സച്ചി ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ വീട്ടിലും നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ടി വരിക എനിക്കെന്നുള്ള കാര്യവും രേവതി പറഞ്ഞു. ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കുമെന്നും രേവതി സച്ചിയോട് ചോദിക്കുവാണ്. ആളുകളുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കര കരച്ചില്ല. അങ്ങനെ സച്ചേട്ടന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക, സച്ചേട്ടന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് സച്ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊക്കെ കാണാൻ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ, നല്ല കാര്യമൊന്നും പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചിൽ. നിങ്ങൾ മാറിയെന്ന് വിശ്വസിച്ച് ഞാൻ വെറും മണ്ടിയായി പോയത്, ഞാൻ കരഞ്ഞു കാണാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അവിടുന്ന് തലകെട്ടടിച്ച് കരയുമ്പോൾ
സച്ചി ഉള്ള കാര്യം പറയാണ്. കാറ് മേടിക്കാൻ വന്നവരാണ് എന്നിൽ നിന്ന് ട്രിപ്പ് വാങ്ങിച്ചത്. അവർ ബാറിലേക്ക് കുടിക്കാൻ പോയി. ഞാൻ അവരെ കാണാൻ അകത്തേക്ക് കയറി പോയതാണ്. ഞാൻ അനൂപ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ അനൂപ്. അന്ന് ആ മാലയുടെ കേസ് നമുക്ക് തന്ന അനൂപ് ഉണ്ടായിരുന്നു. ഞാൻ അനൂപിനെ വിളിച്ച് തരാമെന്ന് ഞാൻ ചോദിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്ക് രേവതി പിടിച്ചൊരൊറ്റ തള്ളും തള്ളി ഒന്ന് പോകാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ കഥ അവസാനിച്ചു? ഇനി സച്ചി ഏത് ദൈവം തമ്പുരാൻ്റെ മുന്നിൽ പോയി സത്യം തെളിയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്